Hello everyone, welcome to my channel. You can be Dr. Anjana. Today I'm going to discuss a useful application that's available in your phone you might not know. This is such an useful application that it could be helpful for students, teachers or professionals they don't have to type a long passage now. If they have photo of that what is written, then just by clicking you could copy every single word to Microsoft Word or any other notepad. Another striking aspect of this application is that you could translate it to any language you want. So let it be Hindi or any other language. You could just translate it from word to word without losing any meaning. Likewise, if you are taking a photo of a product, you could easily get the related products, how whole content you will get. It's directly going to the Google, so whole information is there. So you don't have to type anything now. This is especially useful for people who learns grammar or they want translation, as well as people who needs to type a lot. Let's look at how we can use this application. I hope you find my video useful. If it's so, please don't forget to subscribe my channel for further videos, and I believe it will be really useful for you. Thank you. ട്രൈപോഡിൻ്റെ കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സാണ്. ജസ്റ്റ് അതിനകത്തുള്ള ഒന്നില്ലെങ്കിൽ നമുക്ക് കോപ്പി ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോപ്പി സെലക്റ്റഡ് കോപ്പി ചെയ്താൽ മതി. അത്രയൊന്ന് കോപ്പി ചെയ്തപ്പോൾ തന്നെ കാണാം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് കവറാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും പരസ്യങ്ങളാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ മതി നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ കോപ്പി ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രൈപോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പരസ്യങ്ങളും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. ആ റെഡ് കളർ ഉള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ഓപ്ഷനിലേക്ക് പോവും. നമുക്ക് അവിടെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ തന്നെ കാണാം കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ട്രാൻസ്ലേറ്റഡ് ആയിട്ട് തന്നെ കിട്ടി. ഒട്ടും തന്നെ ടൈമില്ല. ഇത് വളരെ ഒരു യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വേർഡ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോപ്പി ചെയ്യാകുമ്പോൾ തന്നെ ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടപ്പുണ്ടാവും. ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. PDF കേസിൽ മാത്രം ഞാനിത് കോപ്പി ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ PDF ജസ്റ്റ് ഒരു ഫോട്ടോ അയക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ഓൾ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ എവർഗ്രീന്, ഏതിൽ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം. നോട്ട് പാഡിലേക്കെല്ലാം നമുക്കിത് പേസ്റ്റ് ചെയ്യാം, എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ലിസ്ണിംഗ് ഓപ്ഷനുണ്ട്. നമുക്ക് ലിസ്ണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആ ഫോട്ടോസ് നമുക്ക് വായിച്ചു തരും. ഇപ്പോൾ ഞാൻ കോപ്പി ഓൾ കൊടുത്തതിന് ശേഷം മൈക്രോസോഫ്റ്റ് വേർഡിൽ തന്നെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിംഗ് ആണിത്. ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇതിപ്പോൾ ഈ ഒരു ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ന്യൂസസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അതിന് സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല.
ഇത് ഞാൻ നേരത്തെ പോലെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ നിന്നായാലും നമുക്ക് ഇത് മൈക്രോസോഫ്റ്റ് വേർഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഡോക്യുമെൻറ്റ്സിലേക്കോ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്ന് വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. ന്യൂസ് പേപ്പർ ആയാലും ഏത് ആർട്ടിക്കിളായാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒരു 10 മണിയുടെ ചെടിയുടെ ഫോട്ടോ എടുത്തതാണ്. ആ ഒരു പൂവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈവൻ ചിലപ്പോൾ നമുക്ക് സയൻറ്റിഫിക് നെയിം അറിയില്ല പല കാര്യങ്ങളുടെയും. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെയോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഗൂഗിളിലേക്ക് കണക്റ്റ് ആയിക്കോളും. കണ്ടോ, ഇപ്പോൾ ആ ഒരു 10 മണി ചെടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സയൻറ്റിഫിക് നെയിംസ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റായിട്ട് ആ ന്യൂസ് പേപ്പർ കണ്ടൻറ്റ് ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റ് കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവും, അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഒരു കാര്യം അയച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ആർട്ടിക്കിൾ നമുക്ക് ഇതുപോലെ തന്നെ വാട്സപ്പിലേക്ക് നമുക്ക് ഇനി ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് ഗാലറിയിലേക്ക് തന്നെ പോവാം. ആ ഒരു സിമ്പിൾ അമർത്തിയ ഗാലറി പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ബിറ്റർ ഗാർഡിൻ്റെ ഫോട്ടോയാണ് എൻ്റെ കയ്യിലുള്ളത്.